അമ്മ ഈ തലയിലെങ്ങും ഒന്നുമില്ലേ? എവിടാ ചൊറിയുന്നേ? എവിടെ? എന്തോ ഒരു ചൊറിച്ചിലായി തല. നല്ലോണം നോക്ക്. ആ ഇത് ഈര അമ്മേ. ആ ഈര് എന്നടി പൊട്ടി പേനാകുന്നത്. ഇവിടെ നോക്കിയാണ്. ഇത് ഗംഭീര കാഴ്ചയാണല്ലോ. അമ്മായിയമ്മയുടെ തലയില് മരുമോള് പേൻ നോക്കണം. എടി ഒരു ഫോട്ടോ എടുത്ത് വാട്സാപ്പിൽ ഇടും, നാട്ടുകാർ കാണട്ടെ. അയ്യോ ഭയങ്കര തമാശ. അമ്മ ഒന്നും ചിരിക്കമ്മേ. ഇതെന്താ? ഇത് മീമാകിയതാ, നല്ല ഒന്നാം നമ്പർ ചാള. കുഞ്ഞമ്മത്തി. ഏടാ കൊണ്ട വെക്കും, നമുക്ക് നാളെ വെക്കാം. ഇന്ന് വെക്കണം, കൊണ്ടുപോ. പിന്നെ ഇന്ന് വെക്കാനൊന്നും പറ്റൂല. ഇടി കറി വെക്കുകയും ചെയ്യും, വറക്കുകയും ചെയ്യിച്ചല്ലേ. എന്റെ ഈ തലയിൽ പേനൊന്ന് കൊന്നോട്ട്. ചൊറിച്ചിൽ കാരണം സഹിക്കാൻ മതി. അതിന് ഭയങ്കര നാറ്റായിരിക്കും. ഇനിയും ഞാൻ കുളിക്കണോ? എനിക്ക് പറ്റൂല. അതെന്താ മീമിന്റെ നാറൂല്ലേ? ഏട്ടാ അതല്ലേ പറഞ്ഞേ, നാളെ വെട്ടി കഴുകി കഴിഞ്ഞ് ഞാൻ കുളിക്കും. അപ്പൊ ഒരു കുഴപ്പമില്ല. ഇത് നാളേക്ക് വെച്ച കേടുവരില്ലേ? നീ കൊണ്ടുപോയി ചെയ്തത് അവിടെ കൊണ്ടുവച്ച ഇന്നത്തേക്ക് മീൻ കറി വെച്ചത്. ഇത് നന്നാക്കിട്ട് ഒന്നുകൂടെ കുളിച്ചാ പോരെ? എനിക്ക് വയ്യെന്ന് എപ്പോഴും കുളിക്കാൻ. നീ എന്റെ തല നോക്ക്. അവൻ അവിടെ നിർത്താൻ പറഞ്ഞു. എന്നാ പിന്നെ അമ്മ നോയിക്കോന്നാ. പിന്നെ എനിക്കാണെങ്കിൽ ഇപ്പൊ പച്ചമീൻ കാണുന്നത് ഇഷ്ടമല്ല. കറി വെച്ചാൽ അവർ ഇത്തിരി ചാറെങ്കിലും കൂട്ടും ഞാൻ. ഓരോ വീട്ടിലെ ഭർത്താക്കന്മാർ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരുന്നത് കാണാൻ തന്നെ ഭാര്യമാർക്ക് സന്തോഷമാണ്. ഇത് എന്തെങ്കിലും കൊണ്ടുവന്ന നിങ്ങൾക്കൊക്കെ തിന്നിട്ട് എല്ല് കുത്തിയതിന്റെ കുഴപ്പമാണ്. നന്നായി പോയി. ഒന്ന് കൊണ്ട് വെക്കേട്ടാ ചുമ്മാ. അമ്മ ഏതായാലും ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ നന്നാക്കാം, എന്നിട്ട് ഞാൻ കറി വെക്കാം. കുഴപ്പമില്ലല്ലോ. ഒരു കുഴപ്പമില്ല. കാരണം ഇത് വാങ്ങിച്ചോണ്ട് വന്നാൽ ഞാൻ എന്റെ ഉത്തരവാദിത്തമല്ലേ. അതുകൊണ്ട് നിലയിലെങ്കിൽ ആണുങ്ങൾ കറി വെച്ചെന്ന് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ എല്ലാ പിള്ളേരും കറിയൊക്കെ വെക്കും. വീട്ടിൽ ജോലി എല്ലാവരും കൂടെ ചേർന്നാണ് ചെയ്യാനുള്ളത്. ഏട്ടാ വയ്ക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ ചളവാക്കരുത്. ഇനി വേറൊരു കാര്യം, കറി വെച്ച് നന്നായി കഴിഞ്ഞാൽ പിന്നെ എന്നും ഞാൻ തന്നെ കറി വെക്കണം എന്നും പറയരുത്. അല്ല നീ എന്നും കറി വയ്ക്കുമെങ്കിൽ വെച്ചോ, അതിന് കുഴപ്പമൊന്നുമില്ല. തക്കിളിമോൾ ഇതുവരെ വന്നില്ല. അവളെവിടെ പോയതാ? സ്കൂളില്. സ്കൂളിൽ പോയിട്ട് വരാൻ സമയം ആവണല്ലേ ഉള്ളൂ. അല്ല, അവർക്ക് ഇന്ന് ക്ലാസ് ഇല്ല. ഇന്ന് ഓപ്പൺ ഹൗസാ. അപ്പൊ ഇന്ന് ക്ലീറ്റോയുടെ കൂടെ പോയിട്ടുണ്ട് ഒപ്പിടാൻ വേണ്ടിട്ടേ. അപ്പൊ ക്ലീറ്റോന് എന്തോ പ്രസംഗം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ പ്രസംഗത്തിന് മുമ്പ് അവളെ ഇവിടെ കൊണ്ടുവന്ന് ആക്കണം, അല്ലെങ്കിൽ ആരെങ്കിലും വണ്ടിയിൽ കയറ്റി വിടണമെന്ന് പറഞ്ഞു. ഇപ്പൊ അവളെ കാണണില്ല. ക്ലീറ്റോനെ വിളിച്ചിട്ട് കിട്ടണില്ല. അത് ക്ലീറ്റോ ചേട്ടന്റെ കൂടെ കാണും. ഞാൻ പറഞ്ഞത് അവളെയും കൊണ്ട് പ്രസംഗിക്കുന്ന സ്ഥലത്ത് പോവണ്ട, എന്റെ അടുത്ത് കൊണ്ടുവന്ന് ആക്കണോന്ന്. അങ്ങനെയല്ല, എന്തായാലും ഇവിടെ കൊണ്ടുവന്ന് ആക്കാന്ന് പറഞ്ഞു. അതല്ലെങ്കിൽ ഏതെങ്കിലും പരിചയമുള്ള വണ്ടിയിൽ കയറ്റി വിടാന്ന് പറഞ്ഞു. അല്ല, കൊച്ചിനെ ഒറ്റയ്ക്ക് ഓട്ടോയിൽ വിടുന്നത് കൊണ്ട് അവന് ബുദ്ധിമുട്ട് വേണം. അതുകൊണ്ട് അവൻ കൂടെ കൊണ്ടുപോയി കാണും. എന്നെ വിളിച്ച് പറയാൻ പാടില്ലേ? അവൻ മറന്നുപോയി കാണുമായിരിക്കും. ഒരു കാര്യം ചെയ്യും, ആ സ്കൂളിലോട്ടൊന്ന് വിളിക്കും. സ്കൂളിൽ വിളിച്ചാ ആദ്യം സ്കൂളിൽ വിളിക്കണ്ടേ? അത് തന്നെ, മീറ്റിംഗ് കഴിഞ്ഞോന്ന് അറിയില്ലല്ലോ. ഉമ്മ വന്നു നിന്ന് വെറുതെ. ഹലോ, അശ്വതി മിസ് ആണോ? ഞാൻ തക്ലിയുടെ അമ്മയാ. അല്ല, 5C പഠിക്കുന്ന അക്ഷയ. ടീച്ചറെ, ഇന്നേ അവിടെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് കൊച്ചും ചേട്ടനും പോന്നോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. ആണോ? ശരി. എന്താന്നേ ഞാൻ പറഞ്ഞില്ലേ, അവരവിടെ നിന്ന് അപ്പൊ തന്നെ ഇങ്ങോട്ട് വരുമായിരിക്കും. അത് തന്നെ. അല്ല, ഇങ്ങനെ കരയണേ എന്തിനാ? എന്റെ കണ്ണ് കിടന്ന് പെടക്കി, എനിക്ക് പേടിയാവും. അച്ഛന്റെ കൂടെ അല്ലേ നാത്തൂനെ, എന്തിനെങ്ങനെ വിഷമിക്കണേ? എനിക്ക് എന്തോ ഒരു പേടിയാവണം. ഇല്ലടാ, അവരവിടുന്ന് അപ്പൊ തന്നെ ഇറങ്ങിന്ന്. എന്തായാലും ക്ലീറ്റോടെ കൂടെ ഉണ്ടാവൂലേ? നീ ഒരു കാര്യം ചെയ്യ്, ക്ലീറ്റോനെ വിളിച്ചിട്ട് കിട്ടണില്ല. നീ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്ക് ക്ലീറ്റസിനെ. ക്ലീറ്റോനെ വിളിച്ചപ്പോഴത്തേനും എന്തോ ഭയങ്കര തിരക്ക്, ഒച്ചയൊക്കെ കേട്ടു. എന്നിട്ട് അങ്ങ് കട്ട് ചെയ്തു. സ്വിച്ച് ഓഫ്. പറഞ്ഞില്ല, പ്രസംഗം നടക്കുന്നോണ്ട് സ്വിച്ച് ഓഫ് ആക്കി വെച്ചത്. കൂടെ തന്നെ ഉണ്ടായിരിക്കും. നീ സമാധാനപ്പെടും. അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവിടണ്ടേ? ഇല്ല ഏട്ടാ, ഒന്ന് അന്വേഷിക്കും. കൊച്ചിനി വല്ല പരിചയമില്ലാത്ത ഓട്ടോയിലും കയറ്റി വിട്ടിട്ടുണ്ടാവോ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പിന്നെ നീ എന്തിനാ എന്റെ പിന്നാലെ നടക്കണം? അങ്ങോട്ട് പോ. ഹലോ ഹലോ, ഫാസിലേ, എടാ തക്കളിമോള് സ്കൂളിൽ പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല. തങ്കം ഭയങ്കര ടെൻഷനില്ല. ക്ലീറ്റസിന്റെ കൂടെ പോയതാന്ന് പറയുന്നുണ്ട്, പക്ഷേ ക്ലീറ്റസിന് വിളിച്ചിട്ട് കിട്ടില്ല. അവന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആണ്.
നീ ആ ധർണ നടന്നതിൻ്റെ അവിടേക്ക് ഒന്ന് പോയി നോക്ക്. ആ നോക്കിയിട്ട് വിളിക്കേട്ടാ. ശരി ശരി. ഓക്കെ. ഫാസിലിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവൻ നോക്കും. കരയാതിരിക്കേ, നമുക്ക് നോക്കാം. നീ ഒന്ന് പോയി അന്വേഷിക്കും. ഇവരെ കരഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ ഫാസിലിനെ വിളിച്ചിട്ടുണ്ട് അമ്മ, അവൻ പോയി നോക്കിക്കോളും. ഒന്ന് പോയി അന്വേഷിക്കാം. എടി ഞാൻ എവിടെ പോയിട്ട് അന്വേഷിക്കാനാണ്? എവിടേക്ക് എവിടേക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ പോകും? പറ. ഒരു സമാധാനത്തിനൊന്ന് ചെല്ലേട്ടാ. നീയും കൂടെ ഒന്ന് പോയി നോക്കടാ. ആ ധർണ നടന്ന സ്ഥലത്ത് ഫാസിലോട് നോക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവൻ നോക്കട്ടെ. എന്നാ നമുക്ക് ആ ഓട്ടോ സ്റ്റാൻഡിൽ എവിടെയെങ്കിലും പോയി നോക്കാം. ഓട്ടോ സ്റ്റാൻഡിൽ എന്താണ്? അവിടെ കയറ്റി വിട്ടിട്ടുണ്ടാവും ക്ലീറ്റോ. നീ കരയാതിരുന്ന ഞങ്ങൾ പോക്കെ. കരയില്ലേ നോക്കാന്ന് പറഞ്ഞില്ലേ? ഞാനെന്നാ പോയി നോക്കും. ഒന്ന് സമാധാനപ്പെടടി. മനുഷ്യനെ ടെൻഷൻ പിടിപ്പിക്കാനായിട്ട് കണ്ടുപിടിക്കാൻ ആളുകൾ പോയിരിക്കല്ലേ. അതെ തങ്കം വെറുതെ കരഞ്ഞു പോകാൻ വെക്കാൻ നിൽക്കരുത് കേട്ടോ. എന്റെ കൊച്ചിനെന്തോ. ഞാൻ പോവാന്ന് പറഞ്ഞില്ലേ, ഞാൻ പോയി നോക്കാം. ഞാനും കൂടി വരാം. നാട്ടിൽ ചുമ്മാ ആൾക്ക് പേടിക്കല്ലേ. എന്തോ പറ്റി? ഒന്നും പറ്റിയിട്ടില്ല. Alien versus Alien.